നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയ മഹാവിജയം. ഒടുവിൽ ആ വിജയത്തോട് പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജനങ്ങളോട് അദ്ദേഹം നന്ദി പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ വിധി ബീഹാറിനു വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ ഊർജം നൽകുമെന്നായിരുന്നു അദ്ദേഹം തന്റെ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചത്. വികസനത്തിനും സദ്ഭരണത്തിനും സാമൂഹിക നീതിക്കും കിട്ടിയ വിജയമാണിതെന്നും മോദി എക്സിൽ കുറിച്ചു. സദ്ഭരണത്തിനും നല്ല ഭാവിക്കും വേണ്ടിയാണ് ജനം NDAക്ക് വോട്ട് ചെയ്തതെന്നും മോദി വ്യക്തമാക്കി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ചിരാഗ് പസ്വാനും NDA സഖ്യകക്ഷികൾക്കും അഭിനന്ദനങ്ങളെന്നും മോദി എക്സിൽ കുറിച്ചു. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് വിജയം NDAയുടെ സേവനത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. ബീഹാറിലെ വികസനം, സ്ത്രീ സുരക്ഷ, സദ്ഭരണം എന്നിവയ്ക്കുള്ള ജനങ്ങളുടെ അംഗീകാരമാണിതെന്നും അമിത്ഷാ വ്യക്തമാക്കി. വികസിത ബീഹാർ എന്ന ദൃഢനിശ്ചയത്തിനു വേണ്ടിയുള്ളതാണ് ഈ ജനവിധിയെന്നും അമിത്ഷാ. വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി വോട്ടർ പട്ടികയിലെ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നവർക്കുള്ള ജനങ്ങളുടെ ഉചിതമായ മറുപടിയാണിതെന്നും അമിത്ഷാ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ബീഹാറിൽ അവസാനത്തെ തലം വരെ എത്തിയെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു, കോൺഗ്രസിനെയും വിമർശിച്ചിരിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചാണ് ബീഹാറിൽ BJP വിജയിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതേസമയം സംസ്ഥാന ഭരണം ദുരുപയോഗം ചെയ്താണ് NDA വിജയിച്ചതെന്ന് CPM. SIR വോട്ടുകൾ എന്നിവയിൽ CPM മൗനം പാലിക്കുകയാണ്. എന്തായാലും വിജയം എത്തിപ്പിടിച്ചുവെന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ദില്ലിയിലെ BJP ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആഘോഷമുണ്ടായി. ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയാഘോഷമുണ്ടായി. ചടി മയ്യ കി ജയ് എന്ന് പറഞ്ഞാണ് മോദി പ്രസംഗം തുടങ്ങിയത്. ബീഹാറിലെ ജനം ഈ വിശ്വാസം കാത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ എല്ലാ വീട്ടിലും പായസം ഉണ്ടാക്കുമെന്നും ഒരിക്കൽ കൂടി NDA സർക്കാർ എന്ന് ജനം വിധിയെഴുതിയെന്നും മോദി പറഞ്ഞു. വികസനം പുതിയ തലത്തിൽ എത്തിക്കുമെന്ന് താൻ ബീഹാറിൽ വന്ന് വാഗ്ദാനം നൽകിയതാണ്. മഹിളാ യൂത്ത് ഫോർമുലയാണ് ബീഹാറിൽ വിജയം സമ്മാനിച്ചത്. സ്ത്രീകളും യുവാക്കളും ജംഗിൾ രാജിനെ തള്ളിക്കളഞ്ഞുവെന്നും ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സമാധാനപരമായിട്ടാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നത്. ഒരിടത്തും റീപോളിംഗ് വേണ്ടി വന്നില്ല. SIRനെയും ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കള്ളം പറയുന്നവരും ഇത്തവണ പരാജയപ്പെട്ടു. ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവർക്കൊപ്പവും ജനം നിന്നില്ല. ജനത്തിന് വേണ്ടത് വേഗത്തിലുള്ള വികസനമാണ്. ജംഗിൾ രാജിനെ ജനം ഒരിക്കൽ കൂടി തള്ളി. ഇതിന് കാരണം വനിതകളുടെ തീരുമാനമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. കോൺഗ്രസും മാവോയിസ്റ്റുകളും ബീഹാറിൽ വികസനം മുടക്കി. റെഡ് കോറിഡോർ ഇപ്പോൾ ചരിത്രമായി. ബീഹാർ വികസനത്തിൽ കുതിക്കുകയാണ് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി മാറിയെന്നും BJP ഒരു തിരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റ് 6 തിരഞ്ഞെടുപ്പിലും കൂടി കോൺഗ്രസ് നേടിയില്ല എന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. 4 സംസ്ഥാനങ്ങളായി പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ്. കോൺഗ്രസിന്റെ ആദർശം നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ്. EVMനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി മാറി. കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് മറ്റുള്ളവരെ കൂടി നെഗറ്റീവ് രാഷ്ട്രീയത്തിലൂടെ പരാജയപ്പെടുത്തുകയാണ് എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കേരളത്തിൽ അടക്കം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള ഊർജം ബീഹാർ നൽകുന്നുവെന്നും കോൺഗ്രസ് പരാത പാർട്ടിയാണെന്നും RJD ബീഹാറിൽ തകർന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക് ബാധ്യതയാണ്. ബംഗാളിലെ BJPയുടെ വിജയത്തിന് വഴി ബീഹാർ നിർമ്മിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും അദ്ദേഹം കേരളത്തെ പരാമർശിച്ചിരിക്കുകയാണ്. ഈ ബീഹാറിലെ വിജയം കേരളത്തിൽ അടക്കം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള ഊർജ്ജമാണ് എന്നാണ് പ്രധാനമന്ത്രി കേരളത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക് ബാധ്യതയാണെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. ബംഗാളിലെ BJPയുടെ വിജയത്തിന്റെ വഴി ബീഹാർ നിർമ്മിച്ചു. അതേസമയം പ്രസംഗത്തിൽ എവിടെയും നിതീഷ് കുമാറിനെ കുറിച്ചോ ബീഹാറിലെ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ കുറിച്ചോ പ്രധാനമന്ത്രി പരാമർശിച്ചില്ല. തീരുമാനങ്ങൾ ഇനി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുവാൻ സാധിക്കുന്നത്. അതേസമയം ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ സ്വീകരിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെയും മോദിക്കൊപ്പം വേദിയിലെത്തിയിരുന്നു. ബീഹാറിലെ NDA സഖ്യത്തിന്റെ മഹാവിജയത്തിൽ ദില്ലിയിലെ BJP ആസ്ഥാനത്ത് വലിയ ആഘോഷമാണ് നടന്നത്. 100 കണക്കിന് പ്രവർത്തകർ ആസ്ഥാനത്തെത്തിയിരുന്നു. വൻ സുരക്ഷയായിരുന്നു ആഘോഷ പരിപാടിക്കായി ഏർപ്പെടുത്തിയിരുന്നത്. NST സംഘത്തെ അടക്കം കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ബീഹാറിലെ 243 സീറ്റിൽ 202 സീറ്റിലും വിജയം ഉറപ്പിച്ചാണ് NDAക്ക് ഭരണ തുടർച്ച കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യം 34 സീറ്റുകളിൽ ഒതുങ്ങി. മറ്റുള്ള കക്ഷികൾ 7 സീറ്റിൽ വിജയിച്ചു. എക്സിറ്റ് പോളുകൾ പ്രവചിച്ച സീറ്റുകളെ പോലും മറികടന്നായിരുന്നു NDAയുടെ തേരോട്ടം.
നിലവിൽ 202 സീറ്റിലാണ് NDA ജയത്തിലേക്ക് നീങ്ങുന്നത്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് വെറും 35 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 91 സീറ്റുമായി BJP വലിയ ഒറ്റകക്ഷിയായി. JDU 83 സീറ്റുമായി വൻ മുന്നേറ്റമുണ്ടാക്കി. 2020 ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന RJD 27 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസ് പാടെ തകർന്ന് 6 സീറ്റിൽ മാത്രമായി. NDAയ്ക്കൊപ്പമുള്ള LJP 19 സീറ്റിൽ മുന്നേറി. ഇടതുകക്ഷികൾക്കും വലിയ തിരിച്ചടിയാണ് ഏറ്റത്. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി പ്രകടനത്തിന് പിന്നിലായിപ്പോയി. ജൻസുരാജ് പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല. സംസ്ഥാനത്തെങ്ങും NDA പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആഘോഷത്തിലായിരുന്നു. 243 അംഗ നിയമസഭയിൽ 122 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 66.91% എന്ന റെക്കോർഡ് പോളിംഗ് നടന്ന കുമാറിനും നിതീഷ് കുമാറിനും NDAയ്ക്കും ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം 125 സീറ്റ് നേടി അധികാരം പിടിച്ചപ്പോൾ RJD, കോൺഗ്രസ്, ഇടത് കക്ഷികൾ അടങ്ങിയ മഹാസഖ്യത്തിന് 110 സീറ്റ് മാത്രമായിരുന്നു നേടാനായത്. എന്തായാലും വോട്ടർമാർക്കൊക്കെ നന്ദി പറഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാർ. ബീഹാറിനെ രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങളൊന്നാക്കി മാറ്റുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞു. രാഘോപൂർ മണ്ഡലത്തിൽ RJD നേതാവ് തേജസ്വി യാദവിന് ജയമുണ്ടായി. 14,532 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായത്. സദ്ഭരണവും വികസനവുമാണ് ബീഹാറിൽ വിജയിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുകയാണ്. അസുദ്ദീൻ ഉവൈസിയുടെ AIMIM 5 സീറ്റുകളിൽ വിജയത്തിലേക്ക് എത്തി. സീമാഞ്ചൽ മേഖലയിലായിരുന്നു പാർട്ടി മുന്നേറ്റം നടത്തിയത്. കോൺഗ്രസ് മുന്നിലുള്ളത് വാൽമീകി നഗർ, കിഷൻഗഞ്ച്, ബഗുസരായ്, മണിഹാരി എന്നീ സീറ്റുകളിൽ മാത്രമാണ്. അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നിരാശാജനകമെന്ന് ശശി തരൂർ MP. ഗൗരവമായ ആത്മപരിശോധന നടത്തേണ്ട സാഹചര്യമാണെന്നും ശശി തരൂർ പ്രതികരിച്ചു. കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലേറ്റത്. സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ NDAയ്ക്ക് ഗുണം ചെയ്തുവെന്നാണ് ഫലം തെളിയിക്കുന്നത്. 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തിച്ചതും മദ്യനിരോധനവും ക്രമസമാധാന നില മെച്ചപ്പെടുത്താനായതും വലിയ നേട്ടമായി. വോട്ട് ചോരിയെന്ന രാഹുലിന്റെ കോൺഗ്രസിന്റെ പ്രചാരണം ജനം മുഖവിലക്കെടുത്തില്ല. RJDക്ക് മാത്രമാണ് മുന്നണിയിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്. സംഘടനാ സംവിധാനം ദുർബലമായത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നായിരുന്നു BJP പ്രഖ്യാപിച്ചിരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഖ്യമന്ത്രി പദത്തിൽ 10ാം അവസരം ലക്ഷ്യമിടുന്ന JDU അധ്യക്ഷൻ മുഖ്യമന്ത്രിയാകുമെന്ന് പക്ഷേ BJP ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.